ദേശീയ പുരസ്കാരം നേടിയ ദ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഫാസിസ്റ്റുകളുടെ വ്യാജ നിർമ്മിതി സിനിമയിൽ പുതിയ കേരള സ്റ്റോറികൾ സൃഷ്ടിക്കുന്നു. ഇത്തരം സിനിമകൾ പുരസ്കാര നിറവിലേക്ക് ഉയരുന്നതിൽ അജണ്ടകളുണ്ട്. കോഴിക്കോട് വെച്ച് നടക്കുന്ന റീജിയണൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയായിരുന്നു പ്രേംകുമാർ. 8 വർഷങ്ങൾക്ക് ശേഷമാണ് സാംസ്കാരിക പൈതൃകത്തിന്റെയും ദൃശ്യ വൈവിധ്യങ്ങളുടെയും നഗരിയായ കോഴിക്കോട് റീജിയണൽ IFFKക്ക് വേദിയാകുന്നത്. കൈരളി തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംവിധായകനും KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ചെയർപേഴ്സണുമായ സയ്യിദ് മിർസ ഉദ്ഘാടനം ചെയ്തു. കലാകാരന്റെ ആവിഷ്കാരം അസത്യം പ്രചരിപ്പിക്കലാകരുതെന്നും അജണ്ടകൾ പേറുന്ന ഒരുപാട് കേരള സ്റ്റോറികൾ ഇനിയും ഉണ്ടാകുമെന്നും ഇത് നാം തിരിച്ചറിയണമെന്നും നടനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ പറഞ്ഞു. മറ്റെല്ലാ മേഖലയിലും ലോകത്തിന് അത്ഭുതമായി നിൽക്കുന്ന കേരളമെന്ന ആ സംസ്ഥാനത്തെക്കുറിച്ച് വ്യാജ ചരിത്രം നിർമ്മിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ പുതിയ ചില കഥകൾ, പുതിയ സ്റ്റോറികൾ, പുതിയ ചില കേരള സ്റ്റോറികൾ അങ്ങനെ ഉണ്ടാവുന്നു. ആ സ്റ്റോറികൾക്ക് അത് പുരസ്കാരങ്ങളുടെ നിറവിലേക്ക് ഉയരുകയാണ്. അജണ്ടകളാണ് അത്, ഫാസിസത്തിന്റെ അജണ്ടകളാണ്. ഫാസിസം ഏറ്റവും അധികം ഭയക്കുന്നത് എഴുത്തുകാരന്റെ മൂർച്ചയുള്ള വാക്കുകളെയും കലാകാരന്റെ തീവ്രമായ ആവിഷ്കാരങ്ങളെയുമാണ് ഫാസിസം ഏറ്റവും അധികം ഭയക്കുന്നത്. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ്, ഗോപികൃഷ്ണൻ വർമ്മ, കുക്കു പരമേശ്വരൻ, സന്തോഷ് കീഴാറ്റൂർ, സോഹൻ സീനുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച 177 സിനിമകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 58 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.